ലളിതമായ വരികളിലൂടെയും ആഖ്യാനങ്ങളിലൂടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇഷ്ടം പിടിച്ചുപറ്റിയ എഴുത്തുകാരനാണ് ഇ ജിനൻ. പ്രമുഖ കവിയും ബാലസാഹിത്യകാരനുമായ ജിനന്റെ സാഹിത്യ ജീവിതം 5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. മലയാള ബാലസാഹിത്യ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം പുതിയ രചനകളുമായി സാഹിത്യ ലോകത്ത് സജീവമാണ്. അക്ഷരങ്ങളിലൂടെ കണ്ണോടിച്ച് പുസ്തകങ്ങളുടെ ലോകത്ത് പിച്ചവെച്ച് വളരുകയാണ് ഓരോ കുട്ടികളും. മാതൃഭാഷയെ അവരിലേക്ക് അടുപ്പിക്കുന്നതിൽ ബാലസാഹിത്യത്തിന് വളരെ വലിയ പങ്കുണ്ട്. അത്തരത്തിൽ നിരവധി കുരുന്നുകളുടെ ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ കഥാകാരനാണ് ഇ ജിനൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി ജിനൻ മാറിയിട്ട് 5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. നാടാകെ കല്യാണം 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ആ മാനത്തൊരു പൊന്നോണം എന്ന് കേൾക്കുമ്പോൾ ആ സംഗീതം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഒരു ചിത്രം മനസ്സിൽ വരും. ആകാശത്തേക്ക് പോകണം, എൻ്റെ മനസ്സൊക്കെ ആകാശത്തേക്ക് പോയിട്ട് അവിടെ ഈ പൊന്നോണം എന്ന് പറയുന്നതും കാണുന്നുണ്ട്. അപ്പം അതുപോലെ ഞാൻ ഭാസ്കരൻ മാഷ് കവിതയാണ് അച്ഛൻ പറയുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ആസ്വദിച്ചിട്ടാണ് കവിതയിലേക്ക് വന്നത്. മണപ്പുറത്തിന്റെ സാഹിത്യ പ്രതിഭയായിരുന്ന EVG എന്നറിയപ്പെട്ടിരുന്ന EV ഗോപാലൻ മാസ്റ്ററുടെ മകനായ ജിനൻ ചെറുപ്പത്തിൽ തന്നെ എഴുത്തിന്റെ ലോകത്തേക്കെത്തി. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ പഠനകാലത്ത് കൈയെഴുത്തു മാസികകളിലൂടെയായിരുന്നു സാഹിത്യയാത്രയുടെ തുടക്കം. തുടർന്ന് നിരവധി സമാന്തര പ്രസിദ്ധീകരണങ്ങളിലൂടെയും ആനുകാലികങ്ങളിലൂടെയും തന്റെ രചനകൾ വായനക്കാരിലെത്തിച്ചു. 1975 പ്രസിദ്ധീകരിച്ച ഉണ്ണിക്കിനാവെന്ന കവിതയോടെയാണ് സാഹിത്യരംഗത്തേക്ക് കടന്നുവരുന്നത്. പമ്പരം എന്നൊരു ചിത്രം കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ ആ ചിത്രത്തിനനുസരിച്ച് വേറൊരു എൻ്റെ ഒരു കാഴ്ചന് പമ്പരം കറങ്ങണ കാഴ്ചയിൽ ആ കാഴ്ച സാധാരണ നല്ല രസത്തിൽ കറങ്ങണ ഭംഗിയാണ്. അപ്പോൾ ഞാനതിലൊരു നൊമ്പരം കണ്ടു. ചരട് കൊണ്ട് വയറ് ചുറ്റി എറിയുമേറു പമ്പരം, തറയിൽ വീണു തല കറങ്ങി മറിയുമേറു പമ്പരം, പമ്പരം തിരിഞ്ഞുലഞ്ഞു വീണതത്ര സുന്ദരം, ആരറിഞ്ഞതിൻ്റെ നെഞ്ചിലേറ്റ കൊച്ചു നൊമ്പരം എന്ന് പറഞ്ഞപ്പോൾ ആ നൊമ്പരം കാഴ്ചയോട് ഒരു ജീവിതമായിട്ട് മാറ്റത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു കവിത വെറുതെ കവിത എഴുതാൻ പോരാ, കുട്ടികൾക്ക് പ്രത്യേകിച്ച് എഴുതുമ്പോഴും അതിലൊരു ആശയം അവർക്ക് കിട്ടണം. ഇ ജിനന്റെ രചനകളിൽ ഏറ്റവും ജനപ്രിയമായ കൃതികളിലൊന്നാണ് കുരുത്തോലക്കിളി. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം നേടിയ ഈ കവിതാ സമാഹാരത്തിലെ വരികൾ സംഗീതാവിഷ്കാരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഏറ്റെടുത്തത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാറ്റു പറഞ്ഞതെന്ന കവിതയ്ക്കൊപ്പം ഉപ്പിന് പോണ ദിക്കേത്, അവകാശികൾ, 2 മഴക്കാഴ്ചകൾ തുടങ്ങിയ കവിതകളും മലയാള പാഠപുസ്തകങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. മാവിൻ തണലിൽ ഞാൻ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരുന്നു രസിച്ച കാലം, കാണാത്ത കൊമ്പിൽ നിന്ന് 5-6 മാമ്പഴം കാറ്റിൻ്റെ കൈകൾ കൊഴിച്ചു തന്നു. സാഹിത്യ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ഇ ജിനൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത്. കവിതകൾക്കു പുറമെ കഥ, നാടകം, ഗാനരചന തുടങ്ങി വിവിധ സാഹിത്യ മേഖലകളിലായി 20-ലധികം പുസ്തകങ്ങൾ ഇ ജിനന്റെ പേരിലുണ്ട്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരത്തിനൊപ്പം PT ഭാസ്കര പണിക്കർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.